നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കെ സുധാകരനെതിരെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആണോ MLA ആണോ വലുതെന്നും എല്ലാവരും അത് മനസ്സിലാക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുമോ എന്ന ചോദ്യത്തോടായിരുന്നു ഉണ്ണിത്താന്റെ വിമർശനം. എന്നെ കാസർഗോട്ടെ ജനങ്ങൾ 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലാണ് ജയിപ്പിച്ചത്. അത് MLA ആകാനല്ല, MP ആകാനാണ്. 7 MLA-മാരുടെ നേതാവാണ് ഞാൻ. എനിക്ക് ഒരു MLA ആയി ചുരുങ്ങാൻ പറ്റുമോ? എല്ലാവരും അത് മനസ്സിലാക്കാം. 7 MLA-മാരുടെ നേതാവാണോ ഒരു MLA ആണോ വലുത് എന്നായിരുന്നു ഉണ്ണിത്താന്റെ മറുപടി. തൃശൂർ കോൺഗ്രസിൽ സീറ്റ് കച്ചവടമെന്ന വ്യാപക പോസ്റ്റർ. നിയമസഭാ സീറ്റ് കച്ചവടത്തിന് കോൺഗ്രസ് കൂട്ടുനിൽക്കരുതെന്നാണ് പോസ്റ്റർ പറയുന്നത്. സേവ് കോൺഗ്രസിന്റെ പേരിൽ തൃശൂരിലാണ് പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. കോൺഗ്രസിൽ വർഗീയ പ്രീണനമാണ് നടക്കുന്നതെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നു. തൃശൂർ DCCക്ക് മുമ്പിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തൃശൂർ സീറ്റ് ക്രൈസ്തവർ കാശിനു വേണ്ടി വിറ്റുവെന്നും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്, മുൻ MLA MP വിൻസെന്റ് എന്നിവരാണ് സീറ്റ് വിൽപ്പനയ്ക്ക് പിന്നിലെന്നും പോസ്റ്ററിൽ പറയുന്നു. തൃശൂരിൽ രാജൻ പല്ലൻ സ്ഥാനാർത്ഥിയാകും എന്ന് സൂചനകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. തൃശൂരിലെ നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തും. നാട്ടികയിൽ മത്സരിക്കുന്നതിനായി CPI വിട്ട CC മുകുന്ദൻ MLA കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും മറുപടി നൽകിയിരുന്നില്ല. CC മുകുന്ദനെ പിന്തുണയ്ക്കാതെ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. സുനിൽ ലാലൂർ ആയിരിക്കും നാട്ടികയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുക. കോൺഗ്രസും കൈവിട്ടതോടെ CC മുകുന്ദന്റെ അടുത്ത നീക്കവും നിർണായകമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നതോടെ നാട്ടികയിൽ CC മുകുന്ദൻ സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുമേറി. അമ്പലപ്പുഴയിൽ G സുധാകരനെ പിന്തുണയ്ക്കാനൊരുങ്ങി UDF. പാർട്ടിയോട് പിണങ്ങി മുൻമന്ത്രി G സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെ സുധാകരൻ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചെങ്കിലും അമ്പലപ്പുഴയിലെ പിന്തുണ UDF പ്രഖ്യാപിച്ചിരുന്നില്ല. സുധാകരനുള്ള പിന്തുണ കഴിഞ്ഞ ദിവസങ്ങളിൽ UDF നേതാക്കൾക്കിടയിൽ ചർച്ചയായിരുന്നു. നേതാക്കൾ സുധാകരനുമായും ചർച്ച നടത്തി. സുധാകരന് പിന്തുണ സ്വീകരിക്കാൻ തയ്യാറായതോടെയാണ് അമ്പലപ്പുഴയിലെ പിന്തുണ പരസ്യമായത്. അനധികൃത പണമിടപാട് കേസിൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി കല്ലിക്കോടൻ രാഗേഷാണ് അറസ്റ്റിലായത്. തമിഴ്നാട് പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. രാഗേഷ് പ്രസിഡന്റായ സഹകരണ സംഘത്തിന്റെ അക്കൗണ്ടിലേക്ക് പലതവണയായി തട്ടിപ്പ് പണം എത്തിയെന്നാണ് കണ്ടെത്തൽ. 2 തവണയായി 2.22 കോടി രൂപ അക്കൗണ്ടിലേക്ക് എത്തിയതിൽ ദുരൂഹത സംശയിച്ചാണ് അറസ്റ്റ്. സഹകരണ സംഘത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചത് സൈബർ തട്ടിപ്പ് സംഘമാണെന്ന് അന്വേഷണ വിഭാഗം കണ്ടെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചെലവിലേക്കാണ് പണം എത്തിയതെന്നാണ് സംശയം.